ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. നെറ്റ് കയറുന്ന പ്രശ്നമുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മുടി കൊഴിച്ചിൽ, മുടി വളരുന്നില്ല, മുടിക്ക് നീളം വെക്കുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഹെയർ കെയറിൽ മുടി കൊഴിച്ചിൽ, താരൻ, അതേപോലെ മുടി കൊഴിഞ്ഞ് നമ്മുടെ തലയോടിയൊക്കെ നല്ല രീതിയിൽ വിസിബിളായിട്ട് കാണുക, നെറ്റ് കയറുന്ന പ്രശ്നം, പിന്നെ മുടി വളരുന്നില്ല എന്ന പ്രശ്നമുള്ളവരുണ്ട്. അതേപോലെ മുടി ഭയങ്കര ഡ്രൈ ഫ്രീസി ആയിട്ടിരിക്കുന്ന പ്രശ്നമുള്ളവർ വരെ ഉണ്ട് കേട്ടോ. ഡ്രൈ ഫ്രീസി ആയിട്ടുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം മുടിയൊന്നും ചീകാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര മുടിയോട്ട് പൊട്ടി പോകും. പിന്നെ നമുക്ക് ഒരു ഹെയർ സ്റ്റൈലും ചെയ്യാൻ പറ്റില്ല, മുടി ഭയങ്കര ഡ്രൈ ഫ്രീസി ആകുമ്പോൾ അല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാം. ഇതുകൊണ്ട് നമുക്ക് ഹെയറിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മുടി ഫസ്റ്റ് തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. മുടി വളരാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനും. ഇപ്പോൾ നെറ്റ് കയറുന്ന പ്രശ്നം, ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം, നെറ്റ് കയറുന്ന ഒരു പ്രശ്നം കേട്ടോ. എനിക്ക് ഓൾറെഡി ഭയങ്കര നെറ്റുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ എനിക്ക് ഇതേപോലെയാണ് കേട്ടോ. ഇത്തിരി നെറ്റ് കയറിയതുപോലെ തന്നെയാണ്. മുടി ആവശ്യത്തിന് വളരെ കുറവാണ്, പക്ഷേ വലിയ പ്രശ്നമില്ല. അവിടെ ചെറിയ ചെറിയ മുടിയിഴകളുള്ളതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ എനിക്ക് ഇപ്പോഴായിട്ട് മുടി ഭയങ്കരമായിട്ട് അവിടെയൊന്നും ഇല്ല എന്നൊരു തോന്നലാണ്. എന്നാലൊരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴായിരിക്കും അത് പ്രത്യേകിച്ച് എടുത്തറിയുന്നത്. കണ്ടില്ലേ, ഈ വശമാണ് മെയിൻ. ഇതെനിക്ക് പണ്ടോട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെ രണ്ട് വശത്ത്, അത് ഭൂരിപക്ഷം എല്ലാവർക്കും അങ്ങനത്തെ രണ്ട് വശത്ത് ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അതല്ലാതെ എനിക്ക് തോന്നിയ രണ്ട് വശം ഇതാണ് കേട്ടോ. കണ്ടില്ലേ, എവിടെ രണ്ട് വശത്തും എനിക്ക് മുടിയില്ലാത്ത പോലെ. ഇതിപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്താണെന്നറിയില്ല, ഞാനിത് ഈ ഒരു കുറച്ചായിട്ടുള്ള ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ മുടികൾ ഞാൻ ഹോം റെമഡീസൊക്കെ ചെയ്യണോണ്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഉള്ളി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ, വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യുന്നുണ്ടത്. അത് നല്ല അടിപൊളിയാണ്. മുടി ചെറിയ രീതിയിൽ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ മുടിയിഴകൾ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കണ്ടില്ലേ. അപ്പോൾ അതെനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. എൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലേ, കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്നുള്ളത്, മുടി വളരാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈസി ആയിട്ടുള്ള കാര്യം ഹെയർ മസാജിങ് ആണ്. കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുക, നല്ല സോഫ്റ്റും ജെന്റലായിട്ട് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഒറ്റ പ്രാവശ്യമില്ല, നിങ്ങൾക്ക് രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം 3 പ്രാവശ്യമൊക്കെ വെച്ചിട്ട് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വലിയ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല. കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൈ ഉപയോഗിച്ച് മസാജ് ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ മസാജേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ. അത് വാങ്ങിച്ചിട്ട് ഹെയർ മസാജ് ചെയ്യണത് നല്ലതാണ്. നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ കുറേ പേരുടെ പ്രശ്നമാണ് മുടി പൊട്ടിപ്പോകുന്നത്. അത് പ്രത്യേകിച്ച് മുടി ഭയങ്കര ഡ്രൈ ഫ്രിസി ആയിട്ടിരിക്കുകയാണെങ്കിൽ ജട കിട്ടുന്ന പ്രശ്നമുള്ളവരുണ്ടാവും. അപ്പോൾ അവർ കൈ ഉപയോഗിച്ച് തന്നെ ഫസ്റ്റ് ഒന്ന് ജടയൊക്കെ കളഞ്ഞെടുക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കൈ ഉപയോഗിച്ചിട്ട് ജടയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചീപ്പ് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ചീപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ആദ്യം താഴെ നിന്ന് ജട കളയുക, ഒന്ന് ചീകി ജട കളഞ്ഞിട്ട് മേളിൽ നിന്ന് താഴോട്ട് ചീകിയാൽ മതി കേട്ടോ. അപ്പം മുടി അങ്ങനെ പൊട്ടിപ്പോവില്ല, പെട്ടെന്ന് ജടയും കളയാം. അതേപോലെ നമുക്ക് മുടിയിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി ഒന്ന് ഈ ഒരു മുടിയുടെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഹെയർ നല്ല സോഫ്റ്റും സ്മൂത്തൊക്കെ ആയിട്ട് ഇരിക്കണം, നല്ലൊരു ഷൈനിങ് ആയിട്ടൊക്കെ ഹെയർ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ സംഭവമാണ്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചോട്ടാ, 200 സംതിങ് എന്തേ ഉള്ളൂ. നല്ലൊരു പ്രൊഡക്റ്റാണ്, നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ഷൈനി ആക്കും. ഇത് പ്ലമ്മിൻ്റെ അവക്കാഡോ ഹെയർ മാസ്ക് ആണ്. നല്ല രീതിയിൽ ഹെയർ സ്മൂത്ത് ആക്കും കേട്ടോ. എല്ലാ ഹെയർ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. നല്ല സ്മൂത്തും ഷൈനിങ് ആക്കി തരാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അഫോർഡബിളായിട്ട് എനിക്ക് തോന്നി. ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്തിട്ട് വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഹെയർ മുടി കൊഴിച്ചിൽ അങ്ങനെയൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് കിടക്കും. നല്ലൊരു ഹെയർ മാസ്ക് ആണ്. പിന്നെ ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന ഷാമ്പൂ കണ്ടീഷണർ പറയുകയാണെങ്കിൽ മമ്മാ എർത്തിൻ്റെ ഓണിയൻ ഷാമ്പൂവും ഓണിയൻ കണ്ടീഷണറുമാണ്. ഇത് നമുക്ക് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഷാമ്പൂ കണ്ടീഷണറാണ്. എല്ലാ ഹെയർ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. ഇതിൽ ഷാമ്പൂവിൽ ഓണിയനും പ്ലാന്റ് കെറാറ്റിനും ആണ് അടങ്ങിയിട്ടുള്ളത്. അതേപോലെ കണ്ടീഷണറിലെ ഓണിയനും കോക്കനട്ട് ക്രീമും ആണ് കേട്ടോ. സൂപ്പറാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ഓണിയൻ്റെ ഷാമ്പൂ കണ്ടീഷണറിന്. അപ്പോൾ അതാണ് എൻ്റെ ഹെയർ വാഷിന് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് ഹെയർ നല്ല സ്റ്റൈൽ ചെയ്യാനും ഹെയർ നല്ല സ്മൂത്തും ഷൈനി ആയിട്ടിരിക്കാനും, ഇപ്പോൾ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ യൂസ് ചെയ്യേണ്ട നല്ലൊരു സിറംസ്. ഇപ്പോൾ എല്ലാവരും സിറം യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യണത് ഈ ഒരു സ്ട്രീക്സിൻ്റെ ഹെയർ സിറമാണ്. എൻ്റെ ചെറിയ ബോട്ടിലിന് 100ഉം വലിയ, ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ബോട്ടിലിന് 240, 220 ഓഫർ ടൈമിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഞാൻ ആമസോണിൽ നിന്നാണ് എല്ലാം ബൈ ചെയ്തേക്കണത്. പിന്നെ പുതുതായിട്ട് ഞാൻ വാങ്ങിച്ചേക്കുന്ന ഒരു ഹെയർ സിറം ഈ ബയോലേഗ് എന്നുള്ളൊരു ഹെയർ സിറമാണ്. ഇത് നല്ലതാണ് കേട്ടോ, അഫോർഡബിളാണ്. 200 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് പറയുകയാണെങ്കിൽ 200 സംതിങ് ഉള്ളൂ കേട്ടോ പ്രൈസ്. ഇതിന് നമുക്ക് എന്താ പറയുക, നല്ല ഡീപ്പ് സ്മൂത്തനിങ് സിറമാണ്. നല്ല രീതിയിൽ ഫ്രിസ് കൺട്രോൾ ചെയ്യും, നല്ല സ്മൂത്താക്കി തരും കേട്ടോ ഹെയർ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ടേബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തറയിലാണ് വെക്കുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു ഡോറിൻ്റെ സൈഡിൽ നിന്നാണ് ഷൂട്ട് ചെയ്യണം.
അപ്പോൾ അതാ നമ്മൾ സിറം യൂസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, തലയോട്ടിയിലാവാണ്ട് മുടിയിഴകളിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. സിറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഹെയർ ഒന്നും നനഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് ആ സമയത്ത് നമുക്ക് സിറം യൂസ് ചെയ്യാം. പിന്നെ എന്നുണ്ടെങ്കിൽ മുടി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്തും ഹെയർ സെറം യൂസ് ചെയ്യാം. ഞാൻ കൂടുതലും മുടി ഉണങ്ങിയതിന് ശേഷം ഞാൻ കൂടുതലും ഹെയർ സെറം യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ പതിയെ ആണ് ഞാൻ ചെയ്യുന്നത്, മുടിയിഴകളിൽ ആദ്യം ആക്കൂട്ടാ. പറഞ്ഞെങ്കിൽ അത് ചെയ്യുമ്പോൾ തന്നെ മുടിയിൽ ജടയൊന്നും ഉണ്ടാവില്ല, ഭയങ്കര സ്മൂത്തായിട്ട് നല്ല ഷൈനി ആയിട്ട് കിടക്കും. ജട കിട്ടുന്ന പ്രശ്നമൊന്നുമില്ല, ഫ്രീ ആക്കി തരും കേട്ടോ നമ്മൾ സിറം യൂസ് ചെയ്യുമ്പോൾ തന്നെ. പിന്നെയുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അങ്ങനെ വലിയ രീതിയിൽ സിറം ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മേളിൽ നിന്ന് താഴോട്ട് മുടിയിഴകളിലൊന്ന് ജസ്റ്റ് പറ്റിച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മേൽവശത്തും ചെറിയ ചെറിയ മുടികളൊക്കെ പൊങ്ങിയിരിക്കുന്നുണ്ടാവില്ലേ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അതൊക്കെ നല്ല ഒതുങ്ങിയിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ 2 സിറമാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യണത്. നേരത്തെ ഞാൻ ലോറിയലിൽ യൂസ് ചെയ്യും. ലോറിയലിൻ്റെ ഭയങ്കര പൈസയാണ്, 400 സംതിങ് എന്തോ ആണ് ചെറിയൊരു ബോട്ടിൽ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലോട്ട് മാറി. ഇത് രണ്ടും 200 സംതിങ് ആണ്. 210 രൂപക്കും 240 രൂപക്കൊക്കെ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഹെയർ കെയറിന് യൂസ് ചെയ്യുന്ന 2 ഐറ്റംസ് കൂടി കാണിച്ചു തരാം. ഇത് ഒരു എസെൻഷ്യൽ ഓയിലാണ്. ഇത് മമ്മായത്തിൻ്റെ റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ്. 100% പ്യുവർ നാച്ചുറലാണ്. ഹെയർ ഗ്രോത്തിന് സൂപ്പറാണ് കേട്ടോ, അറിയാമല്ലോ. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെയാണ് റോസ്മേരി കണ്ടൻറ്റ് വരുന്ന സാധനങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ യൂസ് ചെയ്യണ ഒന്നാണ് കാസ്റ്റർ ഓയിൽ. നെറ്റി കയറുന്ന പ്രശ്നമുള്ളവർക്കൊക്കെ കാസ്റ്റർ ഓയിൽ ചെറിയ രീതിയിൽ ഹെയർ മസാജ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് കോക്കനട്ട് ഓയിലോ അലോവേറ ജെല്ലൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന അലോവേറ ജെല്ലും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ഇൻഡസ് വാലി ബയോ ഓർഗാനിക്സിൻ്റെ ഈ ഒരു 400 ml അലോവേറ ജെല്ലാണ് കേട്ടോ. ഇതാണ് ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്തിരി അഫോർഡബിൾ ആണ്. ഇതും ഈ പറഞ്ഞ 200 സംതിങ് ഈ ഒരു ഇത് കിട്ടും. ഇത് നമുക്ക് ഹെയറിലും സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്യുവറായിട്ടുള്ള അലോവേറ ജെല്ല് നല്ലതാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എസെൻഷ്യൽ ഓയിൽ, റോസ്മേരി എസെൻഷ്യൽ ഓയിൽ 1 ഡ്രോപ്പ്, അതേപോലെ കുറച്ച് ഒരു ടീസ്പൂണൊക്കെ നമ്മുടെ കാസ്റ്റർ ഓയിലും അലോവേറ ജെല്ലും കുറച്ച് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിലൊരു ഓയിലും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടും മിക്സ് ചെയ്യുമ്പോൾ. ഒരുപാട് വീഡിയോകൾ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇനി കാണിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈറ്റ് കളർ ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടും. അത് നമുക്ക് ഹെയറിൽ മസാജ് ചെയ്യാം, പിന്നെ നമുക്ക് തലയോട്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഷാമ്പൂ കണ്ടീഷണർ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാം. ഹെയർ നല്ല സ്മൂത്തും ഷൈനി ആയിട്ടിരിക്കും. അത് മാത്രമല്ല ഭയങ്കരമാണ് നല്ല ഹെയർ, എന്താ പറയുക, മുടിയൊന്നും കൊഴിയില്ല. ഭയങ്കര ഒരു നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഭയങ്കര ഹെൽത്തി ഫീൽ ചെയ്യും. നമ്മുടെ ഓരോ മുടിയിഴകളും ഭയങ്കര ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു ഹെയർ മാസ്ക് ഞാൻ മന്ത്ലി വൺസ് എങ്കിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കൂടുതലായിട്ടും എന്താ പറയുക ചെയ്യുന്ന ഒരു ഹെയർ കെയറിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇന്ന് വാങ്ങിച്ച പ്രൊഡക്ട്സ് എല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്ട്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കാം. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാം. കാരണം ഇപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുകയാണ്. ജനുവരി 13th മുതൽ 18th വരെയാണ്. നമുക്ക് ബ്യൂട്ടി, ഫാഷൻ, ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനെല്ലാം തന്നെ 15 to 80% ഓഫ് ഉണ്ട്. ഒരുപാട് 1,00,000-ലധികം ഒരുപാട് പുതിയ സ്റ്റൈൽസൊക്കെ ഉണ്ട് ആമസോണിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ പർച്ചേസ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു 15 to 80% ഓഫ് ഉണ്ട്. അതേപോലെ നമുക്ക് സെയിം ഡേ ഡെലിവറി കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, മറക്കണ്ട, വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ കാർട്ടിട്ടിട്ട് ബൈ ചെയ്യുക ഈ ഒരു ടൈമിൽ കേട്ടോ. അപ്പോൾ അത് അലോവേറ ജെല്ല് ഞാൻ ഹെയറിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു. അലോവേറ ജെല്ല് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, അതിനൊരു നനവുണ്ടാവും. അപ്പോൾ മുടി ഉണങ്ങാതെ കെട്ടി വെക്കരുത്, അത് പിന്നെ നമുക്ക് ഇരട്ടിപ്പണിയായിരിക്കും. അതുകൊണ്ട് ഹെയർ എപ്പോഴും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അഴിച്ചിടുക. അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ കെട്ടി വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് മുടിയിഴകളിലും തലയോട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് അലോവേറ ജെല്ല് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരു ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോ ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.